പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയോടൊപ്പം ഞാനും. അപ്പോൾ നമ്മൾ തളിപ്പറമ്പിലാണുള്ളത്. ഈ കേൾവി ശേഷി കുറയുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ജന്മനാ കേൾവി ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ പുതിയ നൂതന ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് കേൾവി ശക്തി തിരിച്ചു കിട്ടാൻ, എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആധുനിക രീതിയിലുള്ള ചികിത്സാ സംഭവം ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെൻറ്റർ എന്ന് പറയും. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെൻ്ററാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവരോട് പോയി ചോദിച്ചു നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യം. കാരണം മാവേലിയോട് കൂടി ഈ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. കാരണം മഹാബലി പ്രായമായിട്ട് വരികയല്ലേ. ഹലോ ചെക്കിങ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെൻ്ററിലാണുള്ളത്, തളിപ്പറമ്പ്. അപ്പോൾ അതിൻ്റെ ജിൻഡോ സാർ നമ്മുടെ കൂടെ ഉണ്ട്. പേര് ശരിക്കും ജിൻഡോ. ഓക്കെ, കുഴപ്പമില്ല. മാവേലി, ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ശരി, കുഴപ്പമില്ല. ഞാൻ വെച്ച് അഥവാ മാവേലിക്ക് വല്ല കേൾവിക്കുറവുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശ്രവണയുടെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾ നടത്തുന്ന കേൾവി പരിശോധനയും സംസാര വകയിലുള്ള ആളുകൾക്ക് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, തെറാപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. കേൾവി പരിശോധനയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ്, അതായത് ശ്രവണ സഹായം നമ്മൾ നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കേരളത്തിലും കർണാടകത്തിലും നമുക്ക് 16 ബ്രാഞ്ചസ് ഉണ്ട്. സോ എല്ലായിടത്തും ഇതേ സെയിം ഫെസിലിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. 2008 സ്റ്റാർട്ട് ചെയ്താണ്, നമ്മൾ 17 വർഷമായി ഇതിലിപ്പോൾ. എൻ്റെ ചികിത്സാ രീതി എങ്ങനെ? മെഡിസിൻ സംഭവത്തിലൂടെയാണ്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത് ആക്ച്വലി തന്നെ ഓഡിയോളജിസ്റ്റ് ആണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അവർ ആക്ച്വലി ഇതിന് ഡോക്ടേഴ്സിനെ പോലെയാണ്. സോ അവർ ജസ്റ്റ് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യും. അത് നമ്മൾ ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള നമ്മൾ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് അത് ഹിയറിംഗ് ലോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം 10ഓളം ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്. ആ ബ്രാൻഡിൽ ഏതാണോ അവർക്ക് പ്രോപ്പറായിട്ട് അതിന് സ്യൂട്ടബിൾ ആവുന്ന ഡിവൈസ് നോക്കിയിട്ട് അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡ്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ കേൾവി ശക്തി നഷ്ടപ്പെടാൻ ഉണ്ടാകുന്ന കാരണം എന്താ? മൈനോട്ടായിട്ട് ചെറിയ കാര്യം പറഞ്ഞാൽ അത് കാലക്രമേണ പ്രായാധിക്യത്താൽ സംഭവിക്കാം. അതിന് പുറമെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഹൈലി വോളിയത്തിലുള്ള ഡിവൈസസ്, മേ ബി ഹിയറിംഗ് എയ്ഡ്സ് പോലത്തെ നമ്മുടെ ഇയർപോഡ്സ് പോലത്തെ അങ്ങനത്തെ വ്യത്യസ്തമായി ഉപയോഗിക്കലും അതിനൊക്കെ കാരണത്താൽ നമുക്ക് സംഭവിക്കാം. ഇയർഫോൺ ഇപ്പോൾ നമുക്ക് പല ആൾക്കാരും നമ്മൾ വയറില്ലാത്ത ഇയർഫോൺ ഉപയോഗിക്കുന്നു. നമ്മുടെ ബ്ലൂടൂത്തുള്ള സംഭവം. ഈ ബ്ലൂടൂത്തുള്ള ഇയർഫോൺ ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ വയറുള്ള ബ്ലൂടൂത്ത് അല്ലാതെ നമുക്ക് നോർമൽ സാധാരണ നമ്മുടെ വയറുള്ള ഇയർഫോൺ ഉപയോഗിക്കുന്നതാണോ നമ്മുടെ ചെവിക്ക് ഏറ്റവും കൂടുതൽ നല്ലത്? മെജോറിറ്റി രണ്ടിൻ്റെയും ഒഫീഷ്യലി എനിക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. ബട്ട് ആക്ച്വലി എന്തായാലും അതിൻ്റെ ആ ഒരു സൗണ്ടിൽ നമ്മൾ ആക്ച്വലി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും അത് നമ്മുടെ ഹിയറിങ്ങിനെ ബാധിക്കും എന്തായാലും. അതിപ്പോൾ ഏതാണെങ്കിലും നമ്മളിപ്പം ഹിയറിംഗ് എയ്ഡ് മാത്രമല്ല, നമ്മുടെ എയർപോഡ് മാത്രമല്ല, നമ്മളിപ്പോൾ ഹൈ വോളിയത്തിൽ നമ്മൾ ടി വി വെക്കുകയാണെങ്കിലും നമുക്കതെല്ലാം തന്നെ ആഫ്റ്റ് ചെയ്യും ശരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് പ്രായക്കാരാണ് വരുന്നത് കൂടുതലായിട്ട്? ഏറ്റവും കൂടുതൽ 50 വയസ്സിന് മുകളിലുള്ളവരാണ് വരുന്നത്. എന്നാലും ചെറു പ്രായക്കാർക്കും സ്വാഭാവികമായിട്ടും ചെറുപ്രായക്കാരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഈ ഇയർഫോണൊക്കെ ഉപയോഗിച്ച് അമിതമായ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് കുറേ നേരം ഇത് ഉപയോഗിച്ചതിന് മൂലം കേൾവിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ എന്തായാലും അതിന് ഉത്തമ ഉദാഹരണം നമ്മുടെ മാവേലിനെ പോലുള്ള വ്യക്തി എന്ന് പറയുന്നത് ആധുനിക നമ്മുടെ കാലത്തുള്ള ഇതുപോലുള്ള ഫോണും ഒന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രായം ഒരുപാടായി എങ്കിലും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. കമ്പിളിപ്പതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ബോസ് പറഞ്ഞ പോലെ നമ്മൾ ഇയർഫോൺ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, പക്ഷേ അതിനൊരു വോളിയത്തിൻ്റെ ഒരു പരിധി, അത് ലംഘിച്ച് നിങ്ങൾ വോളിയത്തിൽ കേട്ട് കഴിഞ്ഞാൽ ഭവിഷ്യത്ത് വരും. എന്ത് കഴിഞ്ഞാലും നമ്മുടെ ചെവിയുടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം ആയിക്കഴിഞ്ഞാൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ശ്രവണയിലേക്ക് വരിക, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ റെഡിയാക്കി തരുന്നതാണ്. ഓക്കെ. സോ കണ്ണൂർ വിഷനിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെൻ്ററിൻ്റെ പേരിൽ ഓണാശംസകൾ നേരുന്നു.